ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രീം ചെയ്ത് നമ്മളൊരു കാർ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കാർ എടുക്കുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ഒരു രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ വരും? നമുക്കൊരു 3 ഫയലാണ് നമുക്ക് എന്ത് ചെയ്യുക, സൈൻ ചെയ്യാൻ തരാം. ഒന്ന് ഫോം 20 ഉണ്ടാവും, ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവും, ഡിസ്ക്ലൈമർ ഉണ്ടാവും. അതിൽ നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഫോം വരുന്നത്. ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന സമ്മതപത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പേര് കറക്റ്റ് ആണോ നോക്കുക. തക്സീന EVS എന്നാണ് അവിടെ ഇരിക്കുന്നത്. പേര് കറക്റ്റ് ആണോ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ദി വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെഹിക്കിൾ ചൂസ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ തന്നെയാണ് അല്ലെങ്കിൽ ഈ മാസത്തെ തന്നെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ ചില കമ്പനീസ് എന്ത് ചെയ്യും, ഇയർ ബാക്ക് വെഹിക്കിൾസോ അല്ലെങ്കിൽ മന്ത് ഒരുപാട് കഴിഞ്ഞ വെഹിക്കിൾസ് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, സെയിൽ ചെയ്യും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മോഡല്, കളറ്, വേരിയൻറ്റ് അതില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ടെമ്പററി ആണോ അതുപോലെ തന്നെ പെർമനന്റ് രജിസ്ട്രേഷൻ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ടെമ്പററി രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു 100 രൂപയുടെ കൂടെ കയറി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.